നമസ്കാരം. स्पिरिचुअल एनाटमी सेशनिലേക്ക് വീണ്ടും സ്വാഗതം. स्पिरिचुअल एनाटमी सेशन में आप सबका स्वागत है. നമ്മൾ മനോമണ്ഡലത്തിനെ പറ്റിയിട്ടുള്ള ചർച്ച കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനോമണ്ഡലം നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത്, അതിൻ്റെ എൻഡ് എവിടെയാണ്, ഇതേക്കുറിച്ചിട്ട് നമ്മൾ പരാമർശിച്ചു. അപ്പോൾ ബാബുജി മഹാരാജ് ഹൃദയമണ്ഡലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹൃദയമണ്ഡലം കാലിൻ്റെ താഴ്ഭാഗം തൊട്ടിട്ട് टॉप टू द हेड वरे ഉണ്ട് എന്ന് बाबूजी महाराज हृदय मंडल कुछ പറയുന്നുണ്ട്. बाबूजी महाराज बोलते हैं कि हमारा हृदय मंडल हमारे पैर के टिप से और सर के ऊपर तक एक्सटेंड करता है. इसका मतलब है कि हृदय मंडल के अंदर ही മനോമണ്ഡൽ आता है. അപ്പോൾ ഹൃദയമണ്ഡലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് മനോമണ്ഡലം. അപ്പോൾ ദാജിയോട് ഞാൻ ഈ ഒരു കാര്യം ഒരു മെസ്സേജ് ഒരു ലെറ്ററിൽ ചോദിച്ചപ്പോൾ ദാജി പറഞ്ഞത് ഇത് നമ്മൾ അന്തരീക്ഷത്തിൻ്റെ ലെയേഴ്സ് പോലെ കാണുന്നതാണ്. दाजी से ऐसे ईमेल भेजा तो दाजी ने बोला कि ये अंतरिक्ष का एटमॉस्फेयर के लेयर्स जैसा है, धीरे 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 वो सूक्ष्म सूक्ष्म बनता जाता है. അപ്പോൾ അന്തരീക്ഷം എങ്ങനെയാണ് സൂക്ഷ്മമായിട്ട് മാറുന്നത്, അതുപോലെ ഹൃദയമണ്ഡലത്തിൽ നമ്മൾ സൂക്ഷ്മത വരുമ്പോൾ നമ്മൾ മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. ये स्पेक्ट्रम है, कंटिन्यूस जर्नी है, यही इसका मतलब है. അപ്പോൾ നമ്മൾ ഫിലോസഫിക്കലായിട്ട് മനസ്സിലാക്കും മനോമണ്ഡലം സ്റ്റാർട്ട് ചെയ്യുന്നത് 6th पॉइंट. हम जब इसके बारे में पता चलते हैं फिलोसफिकली हमको पता चलना है कि मनोमंडल इधर से आरंभ होता है, 6th पॉइंट से आरंभ होता है. इधर से हमारा सब्जेक्टिव दुनिया आरंभ होता है. നമ്മുടെ സബ്ജക്റ്റീവ് ദുനിയ ലോകം, അതായത് അനുഭവത്തിൻ്റെ ലോകം തുടങ്ങുന്നത് 6th पॉइंट. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മനോമണ്ഡലം എന്ന് വിളിക്കുന്നത്. इसीलिए हम उसको മനോമണ്ഡൽ बोलते हैं. ये हम दिखा नहीं सकते, ये हमारा अंदर का अनुभव है. ഇത് നമ്മുടെ ഉള്ളിലുള്ള അനുഭവമാണ്. അപ്പോൾ ബാബുജി മഹാരാജ് പറയുന്നത് അനുഭവം നിലനിൽക്കുന്നത് മനോമണ്ഡലത്തിലാണ്, അഹംബോധം നിലനിൽക്കുന്നത് അതിൻ്റെ ഉദ്ഭവം മനോമണ്ഡലത്തിലാണ്. ബാബുജി മഹാരാജ് बोलते हैं कि अनुभव മനോമണ്ഡൽ में होता है और ईगो का अहंकार का वो बिगिनिंग മനോമണ്ഡൽ में है. അപ്പോൾ മനോമണ്ഡലത്തിലാണ് ഞാൻ എന്നുള്ള ആ ബോധം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ എന്നുള്ള ബോധം ഈ ഹൃദയമണ്ഡലത്തിലേക്ക് പോകുമ്പോൾ വസ്തുക്കളുമായിട്ട് യോജിച്ചിട്ട് ഈ ലോകം ആണ് യഥാർത്ഥത്തിൽ എൻ്റെ ശരിയായിട്ട് ലോകം എന്ന് നമ്മൾ ധരിക്കുന്നു. जब हम जागृत अवस्था में आते हैं, ऑब्जेक्टिव दुनिया में आते हैं, तो ये अहंकार हमारे इस सृष्टि में बंद कनेक्टेड होता है. हम सोचते हैं कि यही मेरा सच्ची दुनिया है, ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, इसके बिना मैं ऐसे जी नहीं सकता, मैं नहीं रहूँगा, ऐसा हमारा फीलिंग है. इसलिए इतना हमारा अट्रैक्शन में जब हम आध्यात्मिक यात्रा आरंभ करते हैं तब हमको ये अटैचमेंट निकालना चाहिए. यही होता है हमारे क्लीनिंग से. നമ്മൾ ആധ്യാത്മിക യാത്ര തുടങ്ങുമ്പോൾ ശുദ്ധീകരണം നടത്തേണ്ടത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ നോളജ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ക്രമേണ ഡിറ്റാച്ച്ഡ് ആവുന്നു. जब हमको सच्चा ज्ञान होता है तब हम धीरे धीरे इससे डिस्कनेक्ट होता है. ഇതാണ് ശരിക്കുള്ള ആധ്യാത്മിക യാത്ര. അതാണ് ശരിക്കുള്ള ആധ്യാത്മിക യാത്ര. ശുദ്ധീകരണത്തിലൂടെ നമ്മൾ ഉയരുകയാണ്. यही सच्चा आध्यात्मिक यात्रा है कि हम सफाई से ऐसे लाइट होके ऊपर उठता है. നമ്മുടെ ഉള്ളിലുള്ള സ്ഥൂലതകളെ പ്രാണാഹുതി കാരണം അൺവൈൻഡ് ചെയ്തിട്ട് അത് പ്യൂരിഫൈഡ് ആവുകയാണ്. അതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. जब सफाई करते हैं, मास्टर जो प्राणाहुति देते हैं, उससे हमारा जो अंदर का जो संस्कार है, जो हम इम्प्योरिटीज़ कॉम्प्लेक्सिटीज़ बोलते हैं, वो अनवाइंड होके परिशुद्ध प्योर होता है. प्योरिटी और सिंप्लिसिटी आता है और जो था पहले वो वैसे का वैसा बन जाता है. ശരിയായിട്ട് എന്താണോ അതായിത്തീരുന്നു. അതാണ് ആധ്യാത്മികതയെ ബിക്കമ്മിങ് എന്ന് പറയുന്നത്, ആയിത്തീരുക. അപ്പോൾ അത് നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചം ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ശരിക്കുള്ളൊരു അറിവോട് കൂടിയിട്ട് വേണം നമ്മൾ ട്രാൻസെൻഡ് ചെയ്യാൻ. जब हम सच्चे ज्ञान से ये हृदय मंडल का ये ट्रांसेंड करते हैं तब हम മനോമണ്ഡൽ तक पहुंच सकते हैं. അതിനാണ് പൊസിഷൻ എന്ന് പറയുന്നത്. तभी हम മനോമണ്ഡൽ में हमारा പൊസിഷൻ रख सकते हैं. അപ്പോൾ നമ്മുടെ ഞാൻ എന്നുള്ള ആ ബോധം അത് മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ
അത് ആത്മൻ ആയിരുന്നു. जब हम मनोमंडल के पहले हृदय मंडल में यात्रा करते हैं तब हमारे भाव को आत्मन बोलते हैं. आत्मन, आत्मन का मतलब है आत्म प्लस मन, जो घूमता है और सोचता है, മൂവിങ് ആൻഡ് തിങ്കിങ്. അപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, മനസ്സുപയോഗിക്കുന്നു, ഇതാണ് ആത്മൻ. അപ്പോൾ നമ്മൾ ഭൗതിക ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മൂവ്മെൻ്റ് ഉണ്ട്, നമ്മുടെ സ്വഭാവം മൂവ്മെൻ്റാണ്. മനസ്സിൻ്റെ മൂവ്മെൻറ്റ്, ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ചലനമാണ്. जब हम भौतिक लोक में ऐसे जीते हैं तब हम मन से या शरीर से മൂവ്മെൻറ്റ് होता है. ആദ്യത്തെ മൂവ്മെൻറ്റ് മനസ്സിലാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റിലൂടെയാണ് നമ്മൾ അറിവ് നേടുന്നത്. മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. जब हम हमारा മൂവ്മെൻറ്റ് होता है उसका एक्शन कहते हैं. അതുകൊണ്ടാണ് ഇത് കർമ്മത്തിൻ്റെ ലോകം എന്ന് പറയുന്നത്. इसलिए इसको കർമ്മഭൂമി बोलते हैं क्योंकि इधर മൂവ്മെൻറ്റ് है. അപ്പോൾ അങ്ങനെ നമ്മൾ ഉയർന്നിട്ട് നമ്മൾ പഞ്ചഭൂതങ്ങളിലൂടെയുള്ള ഈ മൂവ്മെൻറ്റ്, ശാരീരികമായിട്ടുള്ള മൂവ്മെൻറ്റിനേക്കാൾ ഉപരി മാനസികമായിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരികയാണ്. जब हम सच्चा मूवमेंट करते हैं, सच्चा यात्रा, इसको यात्रा बोलते हैं, ये पंचभूत भरे दुनिया से यात्रा करते हैं, सो हमारा सच्चा नॉलेज आता है. അങ്ങനെ ആവുമ്പോൾ ആത്മൻ മൂവ്മെൻറ്റ്, നമ്മൾ അങ്ങനെ ഭൗതിക തരത്തിലെ മൂവ്മെൻറ്റ് നമുക്ക് നിർത്താൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലേ നമ്മൾ പ്രവൃത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. जब हम दुनिया में भौतिक जीवन में जीते हैं तो सोचते हैं कि कुछ करना है, बाहरी हिस्से से कुछ करना है, उसको ही काम बोलते हैं. അപ്പോൾ അതിന്ന് മാറിയിട്ട് നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള മൂവ്മെൻ്റ് അല്ല, മാനസികമായിട്ടുള്ള ഉയർച്ചയാണ് ശരിക്കുള്ള യാത്ര എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു. जब हम समझते हैं कि ये बाहर का जो मूवमेंट है यही नहीं सच्चा मूवमेंट, हमारा मूवमेंट है जब मन ऊपर आता है, जब हमारा ईगो बढ़ता है तभी उसको सच्चा मूवमेंट करते हैं. जब हमारा ईगो हमारे अंदर के सोर्स की तरफ मूव होता है, यही सच्चा मूवमेंट है. जब മനസ്സ് നമ്മുടെ ഉള്ളിലുള്ള സോഴ്സിലേക്ക് നീങ്ങുമ്പോൾ അതിനെ ശരിക്കുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മൾ മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ മനോമണ്ഡലത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയും മൂവ്മെൻ്റ് ഉണ്ട്. അവിടെ അതിനെ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു. ബ്രഹ്മൻ, ബ്രഹ്മൻ എന്ന് പറയുമ്പോൾ ബൃഹ് പ്ലസ് മൻ, അതായത് പിന്നെയുള്ള മൂവ്മെൻറ്റ് തന്നെ വികസനമാണ്, എക്സ്പാൻഷൻ. ब्राह्मण में मूवमेंट है विकास, जो एक छोटा सा ईगो था अब बढ़ बढ़ के सभी लेवल्स ऑफ कॉन्शियसनेस को अपने आप में संग्रह करता है. നമ്മുടെ മനസ്സ് എക്സ്പാൻഷൻ വന്നിട്ട് ക്രമേണ 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 കോൺഷ്യസ്നസ് കൂടുതൽ കൂടുതൽ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസിനെ സംയോജിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആദ്യത്തെ एक्सपेंशन സംഭവിക്കുന്നത് ഹൃദയമണ്ഡലം കിടക്കുമ്പോഴാണ്. पहला एक्सपेंशन जब होता है कि जब यूनिवर्स को हम ट्रांसेंड करते हैं तब पता चलता है कि ये यूनिवर्स में ही हूँ. അപ്പോൾ നമ്മൾ മനസ്സിലാവുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ, ലോകം മുഴുവൻ ഞാനാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. इसको हम अहम ब्रह्मास्मि मैं ही हूँ ब्रह्म. तो बाबूजी महाराज बोलते हैं कि ये अहम ब्रह्मास्मि सभी സ്റ്റേജസ് में होता है. ഓരോരോ ഘട്ടം കിടക്കുമ്പോഴും ഈ തോന്നും ഞാനാണ് ഈ പ്രപഞ്ചം, ഞാനാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു പ്രപഞ്ചമല്ല, പല പ്രപഞ്ചങ്ങളും ഉൾക്കൊള്ളുന്നതാണെന്ന് നമ്മൾ ഹൃദയമണ്ഡലം ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു. जब हम हृदयमंडल ट्रांसलेट करते हैं तब पता चलता है कि ये जो प्रपंच यूनिवर्स हम बोलते हैं ये एक ही यूनिवर्स है. अभी हमारे अंदर बहुत യൂണിവേഴ്സ് की സാധ്യത है. എൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് പ്രപഞ്ചങ്ങളുടെ സാധ്യതയുണ്ട് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ. അതിലേക്ക് ഞാൻ എന്നെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഈ പ്രപഞ്ചങ്ങൾ മൾട്ടിവേഴ്സസ് എന്ന് പറഞ്ഞ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്ത് ഞാൻ അതെല്ലാം ഉൾക്കൊള്ളാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരാൾ നടക്കുമ്പോൾ ഒരു വലിയ പ്രപഞ്ചം എന്ന് പറയാം. जब एक आदमी चलता है वो बड़ा प्रपंच बनता है. अതാണ് ब्रह्मन എന്ന് പറയുന്നത്. ये भी एक्सपैंड होता रहता है. कब तक एक्सपैंड होता है? जब तक ये पूरा सृष्टि जो सेंटर से उद्भव हुआ वो पूरा सृष्टि हमारे अंदर संग्रह होता है. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഈ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ സ്രോതസ് വന്ന പ്രപഞ്ച സൃഷ്ടി ഉദ്ഭവിച്ചിട്ടുള്ള ആദ്യത്തെ ഞാൻ എന്നുള്ള ആ ബോധം നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്രഹ്മരന്ധ്രം കടന്നിട്ട് ഞാൻ എന്നുള്ള ഭാവം വന്നിട്ടുള്ള ആദ്യത്തെ ബോധത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ ഫസ്റ്റ് മൈൻഡിലേക്ക് എത്തുന്നത് വരെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് മൈൻഡിലെത്തുമ്പോൾ
ഏറ്റവും ഉയർന്ന നമ്മുടെ യാത്രയിൽ 12ാമത്തെ പോയിൻ്റ് എന്ന് പറയും. 12ാമത്തെ പോയിൻ്റ് സഹസ്രാരം. അവിടെ എത്തുമ്പോഴേക്കും പ്രപഞ്ചങ്ങളുടെ മുഴുവൻ സംഗ്രഹമായിട്ടുള്ള ഹയ്യസ്റ്റ് പൊട്ടൻഷ്യാലിറ്റി ആയിട്ടുള്ള ഞാൻ ആയി മാറുന്നു. जब सब सारा संग्रह होता है और 12th पॉइंट ट्रांसेंड करता है हमारा जब मैं अहम बोलता हूँ वो अहम पूरा प्रपंच और स्पेस टाइम डायमेंशन के पार जाता है. സ്പേസും ടൈമിൻ്റെ ഡയമെൻഷൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ 12th പോയിൻ്റ് എല്ലാം യോജിക്കുന്ന ഒരു പോയിൻ്റാണ് എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. ये 12th पॉइंट है, ये सारा जो क्वालिटीज़ है हमने जो इधर सीखा है वो सब मर्ज होकर एक बन जाता है. അപ്പോൾ 12th പോയിൻ്റ് കഴിയുമ്പോൾ പിന്നെ അവിടെ എലിമെൻറ്റ്സ് ഇല്ല, പഞ്ചഭൂതങ്ങളുടെ യാതൊരു റെപ്രസെൻറ്റേഷനും ഇല്ല. जब हम 12th पॉइंट ट्रांसेंड करते हैं उसके बाद हमारा ये एलिमेंट्स उसमें रिप्रेजेंटेशन नहीं है. 12th पॉइंट में रिप्रेजेंटेशन है, खाली 3 एलिमेंट्स का रिप्रेजेंटेशन है. जो 5 एलिमेंट्स था पंचभूत वो एक 3 बन जाता है और उसके बाद एक ही बन जाता है 12th पॉइंट के बाद. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ബ്രഹ്മൻ അവസാനിക്കുന്നത്. അപ്പോൾ മനോമണ്ഡലം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 12th പോയിന്റിൽ നിന്ന് തൊട്ടിട്ട് 6th പോയിന്റ് വരെ എന്ന് നമുക്ക് പറയാം. സിക്സ്ത് പോയിന്റ് നമ്മുടെ ധ്രുവർ മധ്യേ, അത് കഴിഞ്ഞിട്ട് 7th പോയിന്റ്, 6th പോയിന്റ് തൊട്ട്, അത് കഴിഞ്ഞിട്ട് 3 ഫിംഗേഴ്സ് മുകളിലാവുമ്പോൾ 8th പോയിന്റ്, പിന്നെ 4 ഫിംഗേഴ്സ് 9th പോയിന്റ്, പിന്നെ 4 ഫിംഗർ മുകളിൽ പോകുമ്പോൾ 10th പോയിന്റ്, പിന്നെ 4 ഫിംഗർ പോകുമ്പോൾ 11th പോയിന്റ്. ആ 11th പോയിന്റും 10th പോയിന്റിൻ്റെ ഇടയിൽ സഹസ്രദള കമലം. 11th പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ 4 ഫിംഗർ പോകുമ്പോൾ അതാണ് 12th പോയിന്റ്. അതാണ് സഹസ്രാരം എന്ന് പറയുന്നത്. ആത്മാവ് പ്രകടമാവുന്നത്, ബ്രഹ്മരന്ധ്രം കഴിഞ്ഞിട്ട് സൃഷ്ടിയിലേക്ക് പ്രകടമാവുന്നത് 12th പോയിന്റ്. ആ 12th പോയിന്റ് കഴിഞ്ഞിട്ട് വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിനാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. 12th പോയിന്റ് കഴിഞ്ഞ് പിന്നെ കുറേ ഒരു ഗ്യാപ്പ് കാണാം. അത് കഴിഞ്ഞിട്ടാണ് 13th പോയിന്റ് ഇവിടെ ഓക്സിപ്പുട്ടിൻ്റെ അവിടെ. അപ്പോൾ ഏകദേശം 4 വിരൽ കഴിഞ്ഞിട്ടാണ് ഓക്സിപ്പുടെയാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന വലിയൊരു ഗ്യാപ്പുണ്ട്, അതിനാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ പറഞ്ഞു പ്രപന്ന പോയിന്റ്, 9th പോയിന്റ് പ്രപന്ന പോയിന്റ്, 8th പോയിന്റ് കഴിഞ്ഞാൽ പാരാകോസ്മിക് റീജിയൻ കഴിഞ്ഞു, 7th പോയിന്റ് കോസ്മിക് റീജിയൻ, 8th പോയിന്റ് പാരാകോസ്മിക് പരബ്രഹ്മാണ്ഡ മണ്ഡൽ, 9th പോയിന്റ് എത്തുമ്പോഴേക്കും പ്രപന്ന സ്റ്റേറ്റ്, അതായത് ഞാൻ അദ്ദേഹത്തിൻ്റെ സേവകനാണ്. जब 9th पॉइंट पहुँचते हैं प्रपन्ना स्टेट आ गया, मैं उन सेवक हूँ और ये मास्टर है, सभी द्वंद्व चला जाता है. शरणागति का पॉइंट है, सरेंडर का पॉइंट है 9th पॉइंट. उसके बाद आता है प्रपन्न प्रभु कि मैं कभी मास्टर बन जाता हूँ, कभी कभी स्लेव बन जाता हूँ. ये इधर उधर जाता है, ചിലപ്പോൾ പ്രപന്നൻ, ചിലപ്പോൾ പ്രഭു എന്ന് തോന്നും, ചിലപ്പോൾ പ്രപന്നനാ തോന്നും. അപ്പോൾ അത് താണ്ടിയിട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും പ്രഭു പോയിന്റിലേക്ക്, ഞാൻ തന്നെയാണ് ഈശ്വരൻ. ആ ബാബുജി മഹാരാജ് പറയുന്നത് 10ാമത്തെ പോയിന്റ് കഴിഞ്ഞാൽ ഈശ്വരന് പിന്നെ അങ്ങോട്ട് യാത്രയില്ല, സൃഷ്ടാവെന്ന രൂപത്തിന് പിന്നെ അങ്ങോട്ട് യാത്രയില്ല. 10th पॉइंट के ऊपर सृष्टा भगवान के सृष्टा क्रिएटर का भाव को फिर आगे नहीं रास्ता नहीं है. उसके बाद हमारा प्रभु भाव बहुत ഡോമിനേറ്റ് होता है. പ്രഭു ഭാവം വളരെ ഡോമിനേറ്റ് ചെയ്യുന്നു 11th പോയിന്റ് കിടക്കുമ്പോൾ. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മെർജ് ചെയ്ത് 12ാമത്തെ പോയിന്റ് എത്തുന്നത് വരെ അത് നമ്മുടെ പുറകെയുണ്ട്. 12ാമത്തെ പോയിന്റ് കഴിയുന്നവരെ പ്രഭുഭാവം കി അമാ മേഹിയും പ്രഭു ഏ ഭാവം. അപ്പോൾ അതൊരു വലിയൊരു പിറ്റ്ഫോളായിട്ട് സംഭവിക്കാം. അപ്പോൾ നമ്മുടെ ആധ്യാത്മിക യാത്രയിൽ പല ഇങ്ങനത്തെ ചതിക്കുഴികളുണ്ട്. ചതിക്കുഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ് പോകാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളുണ്ട്. हमारे आध्यात्मिक यात्रा में ऐसा बहुत पॉइंट्स है जहाँ हम गिर सकते हैं. वो एक पॉइंट है आज्ञा चक्र. मैं यूनिवर्स ट्रांसेंड किया, मैं पावरफुल बन गया, उधर से आगे नहीं जा सकता, आज्ञा चक्र. വേറൊരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സഹസ്രദള കമലം, सच्चिदानंद भाव. सहस्रदल कमल दूसरा एक ट्रांसिट पॉइंट है, अगर उधर फंस गया तो उधर फंस ही जाएगा. പിന്നത്തെ പോയിൻ്റാണ് 12th പോയിന്റ്. 12th പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പ്രഭുഭാവം വന്നിട്ട് എനിക്ക് ഞാനായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് വരാനുള്ള സാധ്യത. 12th പോയിന്റ് കഴിയുമ്പോൾ ഇതേ പ്രശ്നം വരാം, സഹസ്രാരം. അപ്പോൾ ഇതാണ് 12th പോയിന്റിൻ്റെ പ്രാധാന്യം. അപ്പോൾ ബ്രഹ്മാണ്ഡ മണ്ഡൽ, പരബ്രഹ്മാണ്ഡ മണ്ഡൽ, പ്രപന്ന പ്രഭു
അതിനുശേഷം വരുന്നതാണ് സഹസ്രാരം. സെൻട്രൽ അത് കഴിഞ്ഞ് 13th പോയിന്റ്. അപ്പോൾ ഈ ബ്രഹ്മാंड मंडल നമ്മുടെ യാത്ര, ബ്രഹ്മാंड मंडल में हमारी यात्रा एक्सपेंशन से होता है. ബ്രഹ്മാंड मंडल നമ്മുടെ യാത്ര എക്സ്പാൻഷനാണ്, ബ്രഹ്മൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഹ്യൂമിലിറ്റി, വിനയം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ പഠിക്കേണ്ട ഒരേ ഒരു പാഠം എന്താണ്? വിനയമാണ്. जब इस दुनिया से हमारे सीखने का एक ही पाठ है, वो है विनय, ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിലേ അവിടുന്ന് ഉയരാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ ഈശ്വരനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് വിനയമുള്ളപ്പോഴാണ്. ഇല്ലെങ്കിൽ വിനയം നമ്മൾ ഈശ്വരനെ റെക്കഗ്നൈസ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഭാവം, വിനയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ഉദാരതയും വരുന്നു, നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഭാവം വരുന്നു. ഈ ലോകത്തിലുള്ള ഒന്നും എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ആണെന്നുള്ളൊരു ബോധം, ജനറോസിറ്റി എന്ന് പറയും. അന്തർ ഏക് ഉദാരത പൈദാ ഹോത്ത ഹൈ. അപ്പോൾ ഈ ഹ്യൂമിലിറ്റി ആൻഡ് ജനറോസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ആധ്യാത്മിക യാത്രയിൽ നമ്മളെ ഹാർട്ട് റീജിയൻ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം, എഡ്യൂക്കേഷനിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം വിനയവും ജനറോസിറ്റിയുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. हमारी जो यात्रा में हृदय मंडल से जो सीखना है वो विनय और उदारता है. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് നിർത്താം. അടുത്ത സെഷൻ്റെ 6th പോയിൻ്റ് യാത്ര നമുക്ക് ആരംഭിക്കാം.